പൈനാപ്പിൾ കറി വെക്കാം. അതിനായിട്ട് ഒരു പൈനാപ്പിൾ ചെത്തി വൃത്തിയാക്കി അതിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും എരിവിനാവശ്യമായ പച്ചമുളക്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് അടുപ്പത്ത് വെച്ചു. തേങ്ങ, മല്ലിപ്പൊടി, ചെറിയ ജീരകം എല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വെന്ത് വറ്റി വന്ന പൈനാപ്പിളിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുത്തു. പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ചില പൈനാപ്പിളിന് നല്ല മധുരമുണ്ട്, അപ്പോൾ കുറച്ച് ശർക്കര ചേർത്താൽ മതി. ഒരു 3 സ്പൂൺ തൈര് ഉടച്ചൊഴിച്ച് ചേർത്തു. അതിനുശേഷം വാങ്ങി വെച്ച് അതിലേക്ക് കടുക് താളിച്ചൊഴിച്ചു. കടുക് താളിച്ചൊഴിക്കാനായിട്ട് ഉലുവയാണ് മെയിനായിട്ട് വേണ്ടിയത്. ഉലുവ ഇട്ട് കടുക് താളിക്കുമ്പോഴാണ് ഈ കറിയുടെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് ചോറിന് കൂടാൻ അടിപൊളി ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.